ഇനി നമ്മൾ പറഞ്ഞത് നമ്മുടെ അവസാനത്തെ ഒരു സാധനം, ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയ റീസെൻ്റ് ആകുന്ന അപ്ഡേറ്റ് എന്താണ് ഈ ഒരു മേഖലയിൽ. റീസെൻ്റ് ആകുന്ന ഈ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് മക്കളെ? ഇവിടെ സംഭവിച്ചിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2019 അപ്ഡേറ്റ്. ഏതിനകത്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത്. എവിടുത്തെ അപ്ഡേറ്റാണ് ചോദിച്ചേക്കുന്നത്? മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1988 കുറേ എന്താണ് അപ്ഡേഷൻസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് റീസെൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2019 സംഭവിച്ചതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതാണ് ചോദിക്കുന്നത്. സോ അവിടെ ഈ പറയുന്ന പെനാൽറ്റീസ് ഒക്കെ കൂട്ടി, അതായത് ഒരാൾ ചെയ്യുന്നതായ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു കാഠിന്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനൊക്കെ നമ്മൾ അവിടെ ഈടാക്കുന്നത്. നീ ഒരു തവണ ചെയ്തു, ഇനി നീ അത് ചെയ്യരുത്, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നിൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ ഞാൻ വാങ്ങുന്നു. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പെനാൽറ്റി കൊടുക്കുന്നത്. അതായത് ഇനി ആ കുറ്റം ആവർത്തിക്കരുത്, അവനൊരു അവയർനെസ് പോലെയാണ് അവിടെ ഫൈൻ വർക്കാവുന്നത്. പക്ഷേ ചില ആളുകൾ 100 രൂപ 500 രൂപ 200 രൂപയൊക്കെ ആണല്ലോ ആ ഹെൽമെറ്റ് ഇല്ലാതെ പോകും, പിടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന ചിന്തയായിരിക്കും അവർക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പണിഷ്മെൻറ്റ് അത്ര ഒരു ഫ്ലെക്സിബിൾ ആകുന്ന രീതിയിൽ അവിടെ വർക്കൗട്ട് ആവുന്നില്ല. ആയ കാരണം കൊണ്ട് എന്ത് ചെയ്തു, 500 വാങ്ങുന്നതിന് പകരം 5000 വാങ്ങാമെന്ന് തീരുമാനിച്ചു. അതായത് ഇവർ പെനാൽറ്റീസ് ഒക്കെ എന്ത് ചെയ്തു മക്കളെ, ഒന്ന് ഷൂട്ടപ്പ് ചെയ്തു, അതായത് കുറച്ചുകൂടെ ഒന്ന് വലുതാകുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ 2019 അമെൻഡ്മെൻറ്റ് പ്രകാരം ഫൈനുകളൊക്കെ കൂടി. ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ പുറത്തേക്ക് ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ 10,000 വണ്ടിയുടെ ലൈസൻസും കട്ട് ചെയ്യും. അപ്പോൾ ഒരുത്തം തുനിയോ വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ? ലൈസൻസ് ഇല്ല വണ്ടിക്ക് എന്നാണ് വണ്ടി ജന്മൻ്റെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റൂല. ഇനി ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആകുന്ന പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ട് കാറോ ബൈക്കോ ഒക്കെ ഓടിച്ചാൽ ആ ഓടിക്കുന്നവരുടെ ലൈസൻസേ റദ്ദ് ചെയ്യും, വണ്ടി പോലീസുകാരെടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ അവിടെ കൊണ്ട് ഇട്ടിരുന്ന് വലിയൊരു ഫൈനും വാങ്ങിക്കും. ഓക്കെ, ഇങ്ങനെ പല നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ കുറച്ചുകൂടെ എന്താവാൻ തുടങ്ങി, ഒന്ന് നന്നാവാൻ തുടങ്ങി. ഇപ്പോൾ പണ്ടൊക്കെ ആളുകൾ ഹെൽമെറ്റ് ഇല്ലാതെ സ്ഥിരം വണ്ടികൾ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചാലമാല ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഇപ്പോൾ AI ക്യാമറ എന്നൊരു ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഫ്രീക്വൻ്റ് ആകുന്ന രീതിയിൽ പെട്രോളിംഗ് നടത്തുവാനായിട്ട് പോലീസുകാർ തുടങ്ങിയത് കൊണ്ടും ചെക്കിങ് നടത്താനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുവാനായിട്ട് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് കൊണ്ടും ഈ പറയുന്ന പണ്ടുണ്ടായിരുന്നത് പോലെയല്ല ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, റോഡ് വഴി ബൈക്ക് ഓടിച്ചു പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒരാൾ പണ്ട് 10 പേരെ എടുത്താൽ 9 പേര് ഹെൽമെറ്റ് ഇടാതെ പോകുന്നിടത്ത് ഇന്ന് 10 പേരെ എടുത്താൽ 9 പേര് ഹെൽമെറ്റ് ഇടുന്നുണ്ട്, ഒരാളേ ഉള്ളൂ മിനിമൽ എന്ന രീതിയിൽ ഇടാതെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത്രയേറെ വെഹിക്കിൾ കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസേജ് കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാറിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ട്രാഫിക് വയലേഷൻസിൻ്റെ പെനാൽറ്റികളെല്ലാം ഷൂട്ടപ്പ് ചെയ്തു. അതുപോലെ റോഡ് സേഫ്റ്റി സംബന്ധമാകുന്ന പുതിയ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് അധികമാകുന്ന ഈ പെനാൽറ്റികൾ അതിനകത്ത് പെടുന്നത് ഒഫൻസുകൾ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി അധികമാകുന്ന കാര്യങ്ങളെ ഉണ്ടാക്കി. ഇപ്പോൾ ഈ വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ചു, അയാൾ മരിച്ചു എന്നൊക്കെ ആണെങ്കിൽ പണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഊരി വരാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നിയമം കുറച്ചുകൂടെ കടുകട്ടിയിലാക്കി വെച്ചു, കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കി വെച്ചു ആ ഒരു നിയമത്തിന്. അതായത് ഒരാൾ പെട്ടതാണ് എന്നൊരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് നേരാവണ്ണം ഒരാൾ വണ്ടി ഓടിക്കാനായി മാക്സിമം ശ്രമിക്കുമെന്നൊരു രീതിയായി മാറി എന്നുള്ളതാണ് കേട്ടോ. സോ വാലിഡ് ലൈസൻസ് ഇല്ലാതൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഭവിഷ്യത്ത് ഒരുപാട് വലുതാണ്. ആ വണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ചൊക്കെ 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടി എടുത്തു. ഈ വണ്ടി കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണെങ്കിൽ ഈ പറയുന്ന ലൈസൻസ് കട്ട് ചെയ്താൽ ഈ 4 ലക്ഷം രൂപയും വേസ്റ്റാണ്. ശരിയല്ലേ? അങ്ങനെ പേടി വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നന്നാവാൻ തുടങ്ങി. ഇനി മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട്, മക്കളെ ഇത് പഠിച്ചു വെച്ചോ. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് ഇത് ഏത് വർഷം രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ 2019. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വണ്ടി ഒരാളെ ഇടിച്ചു എന്നാണെങ്കിൽ ആ വണ്ടി ഇടിച്ചത് ഒരു അജ്ഞാത വാഹനം ആയിക്കോട്ടെ, ഒരാളെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ വണ്ടി ഇടിച്ചാണ് മരിച്ചതെങ്കിൽ അയാൾക്ക് അയാളിലൂടെ രക്ഷപ്പെട്ടു പോകേണ്ട, അയാളിലൂടെ പുലർന്നു പോകേണ്ട കുടുംബം അവിടെ എന്തായി പോവുക, ചിന്ന ഭിന്നമായി പോവുക. അതുകൊണ്ട് ആ കുടുംബത്തിനൊരു സപ്പോർട്ട് എന്ന വണ്ണം, അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു സപ്പോർട്ട് എന്ന വണ്ണം ഒരു എമൗണ്ട് നൽകാനായിട്ട് ഈ പറയുന്ന സർക്കാർ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ളതാകുന്ന ഒരു ഫണ്ടാണ് ഏതെന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചു. ഓക്കെ അല്ലേ? സോ കോമ്പൻസേറ്റിംഗ് വിക്ടിംസ് ആണ് അവിടെ വരുന്നത്. റെസ്പോൺസിബിൾ ആകുന്ന പാർട്ടി നമുക്ക് അൺഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യും. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമരിറ്റൻസ്. നിങ്ങൾ നിർണയം എന്നൊരു സിനിമ മോഹൻലാലിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോഹൻലാൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാകുന്ന ഒരാളിനെ 1-2 പേര് ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ പോലീസുകാർ പറയും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം, അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അത് അറിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ മോഹൻലാൽ എടുത്തു പറയുന്നത്, സാർ ഇങ്ങനെയുള്ളതാകുന്ന നിങ്ങൾ ഈ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സമൂഹം ആ നല്ലത് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വിചാരിച്ചത് കളഞ്ഞു പോകും. ഒരാളുടെ ജീവൻ രക്ഷിച്ചതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നതിന് പകരം ഇങ്ങനെ എന്ത് ചെയ്യരുത്, അവരെ നിർത്തി ആക്ഷേപിക്കരുതെന്നൊരു കാര്യം അവിടെ പറയും. ആ ഒരു സെയിം സാധനം തന്നെയാണ് ഈ സമരിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ എന്ന വണ്ണം ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരാൾ ഒരു പ്രവൃത്തി
പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തിയുടെ പേരിൽ അയാൾ ഹറാസ് ചെയ്യപ്പെടരുത്, അയാൾ ക്രൂശിക്കപ്പെടരുത്, അയാളുടെ സമയം പാഴാകുന്ന രീതിയിൽ ഉപദ്രവിക്കപ്പെടരുത്, അയാളെ എന്തു ചെയ്യാൻ പാടില്ല, മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമത്തിനകത്ത് ഒരു കടുംപിടുത്തം കൊണ്ടുവരുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമരിറ്റൻസ്. ഒരാളെ രക്ഷിച്ചവനെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. എന്തു വില കൊടുത്ത് സംരക്ഷിക്കണം. കാര്യം ഒരു 100 പേരിരിക്കുന്ന ഒരു ഗ്രൂപ്പിനകത്ത് നല്ല മനസ്സിനുടമ എന്ന് പറയുന്നത്, അങ്ങനെ രക്ഷിക്കാനാകുന്ന ഒരു സന്മനസ് കാണിക്കുന്ന ഒരുത്തൻ എന്ന് പറയുന്നത് 100-ൽ 1 കാണും. അവനും കൂടെ ഇല്ലാതായാൽ ഈ സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതാകുന്ന ഒരു ആകെ തുകയാകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പരസ്പര സ്നേഹവും അല്ലെങ്കിൽ ഒരു സഹകരണവും ഒന്നുമില്ലാത്ത, റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ ആയിപ്പോവും. ആ 100 പേരെയെങ്കിലും പരിരക്ഷിച്ചാലേ ആ 100 പേരിലൂടെ ഇനിയൊരു 100 പേരൂടെ ഉണ്ടാവും. ശരിയല്ല? ഇനി എന്താ പറഞ്ഞത്? എൻകറേജിങ് യൂസ് ഓഫ് ടെക്നോളജി. അതായത് പുതിയ പുതിയ ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പുതിയ പുതിയ സംവിധാനങ്ങളെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ആണ് മക്കളെ. ഇനി ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയാണ് നമ്മൾ അടുത്തതാകുന്ന പുതിയൊരു സംവിധാനത്തിനകത്തേക്ക് കാലുവെക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 212 സെക്ഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 14 ചാപ്റ്ററുകളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 14 ചാപ്റ്ററുകളാകുന്നവന്മാർ ആരൊക്കെ? ഓക്കെ അല്ലേ? നമുക്കിതിനൊരു ഓർഡർ കൊടുത്ത് പഠിക്കാം. നമുക്കതൊന്ന് വായിച്ചു വെക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ എന്ന് അറേഞ്ച് ചെയ്യാൻ എന്നൊന്നും പരീക്ഷയ്ക്കുണ്ടാവില്ല. ഇന്ന ചാപ്റ്ററുകളിൽ ആരൊക്കെ വരും എന്നത് എങ്ങനെയെങ്കിലും പറയാനാകുന്ന രീതിയിലൊരു ചോദ്യമായിരിക്കും. അത് മെയിൻ ആകുന്ന ആളുകളെ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു പോകാം മക്കളെ. ചാപ്റ്റർ 1 എന്ന് പറയുന്നിടത്ത് എന്തിനെക്കുറിച്ച് പറയുന്നു? ഡിഫൈനിങ് കീ ടേംസ് ലൈക്ക് മോട്ടോർ വെഹിക്കിൾ, ഡ്രൈവർ, ട്രാഫിക് റൂൾസ് വിച്ച് ആർ ക്രൂഷ്യൽ ടു ഇൻ്റർപ്രറ്റ് ദ ആക്ട്. അതായത് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ചാപ്റ്റർ 1 ആകുന്ന പ്രിലിമിനറിയിൽ പറയുന്നത്? ഒരു നിയമം എന്നൊരു സംവിധാനത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ നിയമത്തിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നതായ ടേമുകൾ എന്തൊക്കെയാണ്? ഞാനൊരു വണ്ടി എന്നത് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇപ്പോൾ എല്ലാത്തിനെയും ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം വണ്ടി എന്ന് വിളിക്കാൻ പറ്റില്ല. വെഹിക്കിൾ എന്ന് പറയുന്നെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ഇന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങളെയാണ് ഞാൻ വെഹിക്കിൾ എന്ന് ഈ നിയമത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കണം. നിങ്ങൾ ഈ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിനകത്ത് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ഒരു സഹായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണെന്ന് ആളുകൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡെഫിനിഷൻസ് ആദ്യമേ കൊടുക്കണം. നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാകുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ ഡെഫിനിഷൻസ് എന്ത് ചെയ്യണം? ആദ്യമേ കൊടുക്കണം. ആ ഡെഫിനിഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രിലിമിനറി എന്ന ഭാഗത്ത് കിടക്കുക. അതായത് ആരാണ് ഒരു ഡ്രൈവർ, എന്താണ് ഒരു വെഹിക്കിൾ, എന്താണ് വെഹിക്കിൾ രജിസ്ട്രേഷൻ, എന്താണ് ഒരു ലൈസൻസ്, എന്താണ് RC, പിന്നെ എന്താണ് ഈ പറയുന്ന ടൈപ്പ് ഓഫ് വെഹിക്കിൾസുകളായിട്ട് ഇപ്പോൾ അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു സാധനം, ഈ പറയുന്ന ബസ് എന്താണ്, ഈ മിനി ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പല കാറ്റഗറിയെ ഡിഫൈൻ ചെയ്യാനുണ്ട്. ആ ഡെഫിനിഷൻസ് ആണ് എവിടെ ഉള്ളത്? ചാപ്റ്റർ 1 പ്രിലിമിനറിക്കകത്തുള്ളത്. ഓക്കെ അല്ലേ? ഇനിയൊന്ന് ഓർഡറിൽ ആലോചിച്ച് വന്നാൽ മതി. ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഒരു വണ്ടി എന്ന് ആദ്യമേ പറയും. അതാണ് ചാപ്റ്റർ 1. ഞാൻ പറയുന്ന ഓർഡറിൽ ആലോചിച്ച് വരണം. എന്താണ് ഒരു വണ്ടി എന്ന് ആദ്യമേ പറയും. അത് കഴിഞ്ഞാൽ എന്താവശ്യം? വണ്ടിക്ക് എന്താ ആവശ്യം എന്ന് ആലോചിച്ചേ. വണ്ടിക്ക് ആവശ്യം ലൈസൻസ് വേണം, അവിടെ ഡ്രൈവേഴ്സിന് ലൈസൻസ് വേണം എന്നുള്ളതാണ്. ഓക്കെ, വണ്ടി എന്താണ് എന്ന് ആദ്യമേ പറഞ്ഞു, കാര്യങ്ങൾ എന്താണെന്ന് ആദ്യമേ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ എന്തിലേക്ക് എത്തണം? ലൈസൻസ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസിലേക്ക് എത്തണം. അതാണ് ചാപ്റ്റർ 2 ഇനി 3 വണ്ടി. ആദ്യം വണ്ടി എന്താന്ന് പറഞ്ഞു, വണ്ടി ഓടിക്കുന്നവന് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഇനി പറയുന്നത് വണ്ടിക്കും ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് ആണ് ഇവിടെ പറയുക. ചാപ്റ്റർ 3 പറയാം. 5 വീതം ക്ലബ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ആദ്യം പറഞ്ഞു വണ്ടി, അത് കഴിഞ്ഞ് പറഞ്ഞു ഡ്രൈവറിന് ലൈസൻസ്, അത് കഴിഞ്ഞ് പറഞ്ഞു വണ്ടിയുടെ രജിസ്ട്രേഷൻ്റെ കേസ്. അത് കഴിഞ്ഞ് ചാപ്റ്റർ 4 പറയുന്നത് കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. എന്താണ്? കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ഓക്കെ അല്ലേ? ഇവിടെ ഈ മനസ്സിലാക്കുക, വണ്ടിയുണ്ട്,
അത് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ ലൈസൻസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ വണ്ടിക്ക് രജിസ്ട്രേഷൻ വേണം. ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ നേരത്താണ് ഞാൻ മനസ്സിലാക്കിയത് പല ടൈപ്പ് വണ്ടികളുണ്ട്. അതിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് പാലിക്കേണ്ട കുറച്ച് നിബന്ധനകൾ. ആ നിബന്ധനകളാണ് എവിടെയുള്ളത്? 4. അപ്പോൾ ആദ്യം വണ്ടി, അത് കഴിഞ്ഞാൽ ഡ്രൈവർ ലൈസൻസ്, അത് കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈസൻസ്, അതായത് വണ്ടിയുടെ രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യണം ആരെ? ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിനെ. 5ാമത്തെ നോക്കേ, സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്. എപ്പോഴും പറയണം 5 നില്ലവിടെ എന്ന് കൈ കാണിക്കുന്നതാരാ? പോലീസുകാരനാണ്. നിൽക്കവിടെ നിന്ന് കൈ കാണിക്കുന്നതാരാ? പോലീസുകാരൻ. അയാൾ ആരുടെ ഭാഗമാണ്? ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. കൈ കാണിക്കുന്നു, വണ്ടി നിർത്തുന്നു. അപ്പോൾ കൈ കാണിക്കുക 5 എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇയാൾ സർക്കാരിൻ്റെ ഭാഗമാണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിനകത്തുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസുകളാണ് എവിടെ പറയുന്നത്? 5-നകത്ത് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പോലീസുകാരെങ്ങനെയാണ് കൈ കാണിക്കുന്നത്? ആദ്യമേ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പൊക്കോളാൻ ഇങ്ങനെയല്ലേ പറയുന്നത്? 2 കൈ ഉപയോഗിക്കും. 5ഉം 1ഉം 6 എന്നാലോചിച്ചാൽ മതി. 5ഉം 1ഉം 6. 6-നകത്ത് ട്രാഫിക് റെഗുലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ട്രാഫിക് റെഗുലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ കൈ കാണിച്ചുകൊണ്ട് പറയുന്നതെല്ലാം എന്താണെന്ന് ആലോചിച്ചാൽ മതി. 5ഉം 6 അതാണ് കൈ കാണിച്ചുകൊണ്ട് പറയുന്നത് എന്നാലോചിച്ചാൽ മതി. ശരി, ഇനി ഒന്നേന്നൊന്ന് പറഞ്ഞു പോവാം. ഒന്നേന്നൊന്ന് ചിന്തിച്ചു പോവാം. ചാപ്റ്റർ 1-നകത്ത് ഞാൻ പറഞ്ഞു ഏതാകുന്നൊരു നിയമം നമ്മൾ പറയുമ്പോഴും ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തിനാ നിയമം വേണം, അല്ലെങ്കിൽ ആ നിയമത്തിനകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ എന്നു മുതൽ ഈ നിയമം പ്രാവർത്തികമാകുന്നു, എന്തിനു വേണ്ടി ആ നിയമം വേണം, ആ നിയമത്തിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്ന ആളുകൾ ആരൊക്കെ, അല്ലെങ്കിൽ ഈ നിയമത്തിൽ ഇന്ന പേരുകളോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുതരാൻ പോകുന്നത് ആരെയൊക്കെ എന്ന് പറയുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മക്കളെ? പ്രിലിമിനറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പ്രിലിമിനറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ? വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി വണ്ടിക്ക് ഓടിക്കുന്ന ആളുടെ ലൈസൻസിൻ്റെ കാര്യമാണ്. സോ ലൈസൻസിങ് ഓഫ് ദ ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-കകത്ത് നമ്മളവിടെ പറഞ്ഞത് എന്താ? രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ. മോട്ടോർ വെഹിക്കിളിനെ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് പറഞ്ഞേ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ 4-മതായിട്ട് പറഞ്ഞത് കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത വണ്ടികൾ ഇനി അവിടെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം ആ വണ്ടികളെ. സോ കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. അത് കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്താ പറഞ്ഞേ? വണ്ടി കൈ കാണിച്ച് നിർത്തുന്നത് പോലീസുകാരനാ, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അവരെന്തിന് കൈ കാണിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. കൈ കാണിച്ചു നിർത്തുന്നത് ഗവൺമെൻറ്. സോ സം സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് പ്രകാരം കൈ കാണിച്ച് നിർത്തുന്നത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് 6-നകത്ത് നമ്മൾ പറഞ്ഞു ട്രാഫിക് റെഗുലേഷൻസ് ആണ് അവിടെ വരിക. കൈ കാണിച്ചു പൊക്കോളാൻ പറഞ്ഞു, ട്രാഫിക് റെഗുലേഷൻസ്. 6 ഇങ്ങനെ കൈ കാണിച്ച 6 എന്നാ പറഞ്ഞു, ഒഴുകുക 6 എന്നാലോചിച്ചാൽ മതി. ഇനി 7-നകത്ത് വരുമ്പോൾ കൺസ്ട്രക്ഷൻ, എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ സ്പെസിഫൈ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ദ വെഹിക്കിൾ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. കൺസ്ട്രക്ഷൻ എങ്ങനെയാകണം, എക്യുപ്മെൻറ്റ്സുകൾ എങ്ങനെയൊക്കെ ആകണം, മെയിൻ്റനൻസ് എങ്ങനെയാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സുകളാണ് ഇവിടെ പറയുന്നത്. 7 മക്കളെ ഇത് ചോദിക്കൂല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ആദ്യത്തെ 5 എന്തായാലും ചോദ്യമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതിലേറ്റവും കൂടുതൽ ചോദിക്കുന്നത് 1-ാമത്തെ ആളിനെ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒരിക്കൽ കൂടെ ഒന്നും കൂടെ പറയാം. ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മൾ ചാപ്റ്റർ 1 പ്രിലിമിനറി എന്നാണ് പറഞ്ഞത്. പ്രിലിമിനറിക്കകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഡെഫിനിഷൻസുകളുണ്ട്. എന്ന് മുതൽ ഇത് ആക്റ്റീവ് ആകും ഈ പറയുന്നൊരു നിയമം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചാപ്റ്റർ 2-നകത്ത് ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണെന്ന് പറഞ്ഞു. 3-നകത്ത് നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണെന്ന് പറഞ്ഞു. ഇനി രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. എവിടെയാണ്? 4-നകത്ത് 5 കൈ കാണിച്ച് നിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അണ്ടർടേക്കിങ്സ് ആണ് അവിടെ വരുന്നത്. 6-നകത്ത് ട്രാഫിക് റെഗുലേഷൻ. 7-നകത്ത് ആരുടെ കാര്യം പറഞ്ഞു? കൺസ്ട്രക്ഷൻ, എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. ഇനി 8-നകത്ത് കൺട്രോൾ ഓഫ് ട്രാഫിക്. നേരത്തെ നമ്മളവിടെ എന്താ പറഞ്ഞേ? നേരത്തെ ട്രാഫിക് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു. ഇനി അവിടെ പറഞ്ഞത് കൺട്രോൾ ഓഫ് ട്രാഫിക്. എങ്ങനെ വേണം ട്രാഫിക് നിയന്ത്രിക്കാൻ? വഴിയിലിരിക്കുന്ന സിഗ്നലിൻ്റെ കാര്യം ആലോചിച്ചേ. കൈ കാണിച്ച് നിർത്തുന്നു. മൊത്തം അവിടെ എത്ര സിഗ്നൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 3. കൈ കാണിച്ച് ആദ്യമേ നിർത്തും. കൈ കാണിച്ച് നിർത്തുന്നത് 5 എന്ന് ആലോചിച്ചാൽ മതി. കൈ കാണിച്ച് നിർത്തുക ഇങ്ങനെ 5. ഇനി 3 ലൈറ്റ് ഉണ്ട്. അപ്പോൾ 5, 3, 8. അപ്പോൾ കൺട്രോൾ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? 8. എവിടെ വരുന്നത്? കൈ കാണിച്ചിട്ട് 3 ലൈറ്റ് കാണിച്ചു തരും. കൈ കാണിച്ചിട്ട് 3 ലൈറ്റ്. അപ്പോൾ 5ഉം 3 ലൈറ്റ് 8. 8-നകത്താണ് ആര് വരുന്നത്? കൺട്രോൾ ഓഫ് ട്രാഫിക് വരുന്നത്. ഇനി 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിന്നെ കൈ കിട്ടിയാൽ ഉണ്ടല്ലോ വെട്ടിക്കളയും. കണ്ടോ? നിന്നെ കൈ കിട്ടിയാൽ വെട്ടിക്കളയും.
നിന്നെ കൈ കിട്ടിയ വെട്ടിക്കളയും, നിന്നെ കൈ കിട്ടിയ വെട്ടിക്കളയും, ഒന്നും വെട്ടും, അപ്പോൾ എക്സ്. അങ്ങനെ എഴുതിയാൽ അത് 9 എന്നല്ലേ വായിക്കുന്നത്. സോ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് എന്നാ വരിക. ഓക്കെ അല്ലേ? ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് എന്നാ വരിക. ഓക്കെ അല്ലേ? ഇനി അഥവാ നിന്നെ വെട്ടി എന്ന് വിചാരിക്കും, 10 കണ്ടോ, വെട്ടി എന്ന് വിചാരിക്കും. വെട്ടിയാൽ നിനക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കിട്ടും. സോ ഇൻഷുറൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ എഗൻസ്റ്റ് തേർഡ് പാർട്ടി റിസ്ക്. ഓക്കെ, നിന്നെ വെട്ടി. ഓക്കെ അല്ലേ? വെട്ടിയാൽ എന്ത് കിട്ടും? ഇൻഷുറൻസ് കിട്ടും. ഇനി അടുത്തത് ദാണ്ട്, വെട്ടിയത് നീ ആണെങ്കിൽ, വെട്ടിയത് ആദ്യം എക്സ് എന്ന് എഴുതുക, നീ ആണെങ്കിൽ നീ ആരെയോ വെട്ടി. ഓക്കെ അല്ലേ? ആരോ നിന്നെ വെട്ടി എന്നല്ല പറയുന്നത്, നിന്നെ ആരോ വെട്ടി എന്നുള്ളതല്ല പറയുന്നത്, നീ ആരെയോ വെട്ടി എന്ന്. അപ്പോൾ 11 നീ ആരെയോ വെട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാധ്യത നീ ഏറ്റെടുക്കണം. ലയബിലിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ആക്സിഡൻസ്. ലയബിലിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ആക്സിഡൻസ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഞാൻ ആ പറഞ്ഞു തരുന്ന സാധനം അത് അതേപടി മനസ്സിലേക്ക് പകർത്തിയാലേ മക്കളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യം പിടികിട്ടും. ഞാൻ ആ കോഡ് ഉൾപ്പെടെ ഞാൻ മനസ്സിലേക്ക് പകർത്തി തരാം, സമയം എടുത്ത് പഠിച്ചാൽ മതി. എൻ്റെ ഉദ്ദേശവും അത് തന്നെ. ഏറ്റവും ആദ്യം കൈ കാണിച്ചു, പിന്നെ ഒരു 3 ലൈറ്റ് കാണിച്ചു. അപ്പോൾ 5, 3, 8. 8 എന്ത്? നമ്മുടെ സിഗ്നൽ ലൈറ്റ്. അതെന്താണ്? ഫ്ലോ ഓഫ് ട്രാഫിക് അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് ട്രാഫിക് ആണ്. കൺട്രോൾ ഓഫ് ട്രാഫിക്. ഓക്കെ, കൺട്രോൾ ഓഫ് ട്രാഫിക്, അതാണ് 8. 9 വരുമ്പോൾ 9 എങ്ങനെ എഴുതുന്നത്? നിന്നെ ആരോ വെട്ടി. കണ്ടോ? നിന്നെ ആരോ വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേസ് കൊടുക്കും, അതിന് ഒഫൻസാണ്, പണിഷ്മെൻറ്റും കിട്ടും. ഒഫൻസ് ആൻഡ് പെനാലിറ്റീസ്. വെട്ടിയവന് പണിഷ്മെൻറ്റ് കിട്ടും. ഇനി 10 എന്ന് പറഞ്ഞാൽ വെട്ടിയാൽ നിനക്ക് എന്ത് കിട്ടണം? ഇൻഷുറൻസ് കിട്ടണം. സോ ഇൻഷുറൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് അഗൻസ്റ്റ് തേർഡ് പാർട്ടി റിസ്ക്. ഓക്കെ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നീ വെട്ടി. ഓക്കെയാണ്? ആരാ വെട്ടിയേ? നീയാ വെട്ടി. അപ്പോൾ വായിക്കുന്നത് എന്താ? 11. അപ്പോൾ നീയാണ് വെട്ടുന്നതെങ്കിൽ അതിൻ്റെ ബാധ്യത നീ ഏറ്റെടുക്കണം. ബാധ്യതയുടെ ഇംഗ്ലീഷ് എന്താ? ലയബിലിറ്റി. സോ ലയബിലിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ആക്സിഡൻസ്. കണ്ടോ? ലയബിലിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ആക്സിഡൻസ്. ബാധ്യത എങ്ങനെ? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി 12 എന്താണ് വരുന്നത് നോക്കിയാൽ, പ്രൊക്യൂർമെന്റ് ഓഫ് കോമ്പൗണ്ടിങ് ഒഫൻസസ്. അപ്പോൾ എന്താ? വെട്ടി കൂടെ 2 പേരുണ്ടായിരുന്നു, നീയും പിന്നെ വേറൊരുത്തനൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടെങ്കിലോ പ്രശ്നം അവനും കൂടെ ബാധ്യതയാണ്. അപ്പോൾ കോമ്പൗണ്ട് ചെയ്യും. സോ കോമ്പൗണ്ട് ചെയ്യും. പ്രൊസീജിയർ ഓഫ് കോമ്പൗണ്ടിങ് ഒഫൻസസ്. ഓക്കെ അല്ലേ? കോമ്പൗണ്ട് ചെയ്യുന്നതിനാണ്. അതായത് ഇപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാകുന്ന ഭാഷയില്ല, അതായത് ഇവനെ പഠിക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്കത് മനസ്സിലാവും പെട്ടെന്ന്. ഓർത്തു വെക്കാനുള്ള കോഡാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നിന്നെ വെട്ടി എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് ഇൻഷുറൻസ് സംബന്ധമാകുന്ന കാര്യമാണെന്ന് മനസ്സിലാവും. വെട്ടി എന്നാണെങ്കിൽ മാറിപ്പോയി. നിന്നെ വെട്ടി എന്നാണെങ്കിൽ അത് കേസാകേണ്ട കാര്യമാണ്, അതായത് ഒഫൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാവും. ഒഫൻസ് ആൻഡ് പെനാലിറ്റി എന്ന് മനസ്സിലാവും. വെട്ടി എന്നാണെങ്കിൽ അവിടെ ഇൻഷുറൻസ് ആണ് കിട്ടേണ്ടതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. വെട്ടിയത് നീ ആണെങ്കിൽ അതിൻ്റെ ബാധ്യത നീ ഏറ്റെടുക്കണം. ലയബിലിറ്റി ഓഫ് ആക്സിഡൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി വെട്ടി പക്ഷേ നിൻ്റെ കൂടെ ഒരുത്തനൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ 12 ആയില്ലേ? വെട്ടി അപ്പോൾ നിൻ്റെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു എന്നാവുമ്പോഴോ അത് അവനെയും ബാധിക്കുന്ന കേസാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ നോക്കും? പ്രശ്നം എങ്ങനെയും ഒത്തീർപ്പാക്കാൻ നോക്കും. അതായത് അവിടെ എന്ത് നടക്കും? കോമ്പൗണ്ടിങ്. കണ്ടോ? കോമ്പൗണ്ടിങ് പ്രൊസീജിയർ ഫോർ കോമ്പൗണ്ടിങ് ഒഫൻസസ്. സംഭവം ഇത്രയേ ഉള്ളൂ. പ്രൊസീജിയർ ഫോർ സെറ്റിലിംഗ് മൈനർ വയലേഷൻസ് ബൈ പേയിങ് ഫൈൻസ്. സോ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് നീ ഒരു ഒഫൻസ് ചെയ്തു എന്ന് വിചാരിക്കുക, ചെയ്യുന്നത് വളരെ ചെറിയൊരു കാര്യം, പക്ഷേ അതിനകത്ത് വേറെ കൂടെ സഹായം വേണ്ടി വരും. ഒന്നുമില്ല, ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക. ആ സെറ്റിൽ ചെയ്യുന്ന പരിപാടി ഒന്ന് ആലോചിച്ചാൽ മതി. എങ്ങനെ സെറ്റിൽ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ഫൈൻ അടച്ചങ്ങ് സെറ്റിൽ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കേസ്. ഓക്കെ, ഇനിയാണ് ഈ പറയുന്ന 10, 3, 13. ഓക്കെ അല്ലേ? 13 എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 13 എന്നാണെങ്കിൽ എന്ത് വരും മക്കളെ? ഒന്ന് ആലോചിച്ചോക്കെ. 13 എന്നാണെങ്കിൽ എന്ത് വരും? നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ ഇത് ചോദിക്കും കേട്ടോ. നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിലുമായി ബന്ധപ്പെടുന്ന ചാപ്റ്റർ ഏതാണ്? അതാണ് 13 എന്ന് പറയുന്നത്. സോ 13 എന്ന് പറഞ്ഞാൽ നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ. ഇത് ഓർത്തു വെക്കാൻ എളുപ്പം. അവസാനത്തതിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ്, കൗൺസിലിനെ കുറിച്ച് പറയുന്ന സെക്കൻഡ് ലാസ്റ്റ്, അതായത് 13 ഓർത്താൽ മതി. ഈ റോഡ് സേഫ്റ്റി കൗൺസിൽ എന്താണെന്ന് അറിയാമല്ലോ. ഇതുമായിട്ട് സേഫ്റ്റി റിലേറ്റഡ് ആകുന്ന കാര്യങ്ങൾക്ക് പല ഡിസിഷൻസ് എടുക്കുന്ന സ്ഥാപനമാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് 14 ഈ പറഞ്ഞ ആദ്യം തൊട്ടുള്ള 13 വരെയുള്ള ചാപ്റ്ററുകളിൽ ഉൾപ്പെടുത്താതെ പോയ കുറച്ച് കാര്യങ്ങൾ, അതാണ് മിസ്സലേനിയസ് പ്രൊവിഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെവിടെ പറയുന്നു? 13 കണ്ടോ? കാര്യങ്ങളെല്ലാം എളുപ്പമായില്ലേ? ഇനി നമുക്ക് ഒന്നേന്ന് വേണേൽ പറഞ്ഞു വായു. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സാധനം എന്ന് പറയുന്നത് എന്താണ്?
മക്കളെ ഏറ്റവും ആദ്യം പറഞ്ഞത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? 1 എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? 1 എന്ന് പറയുന്നതിനകത്താണ് പ്രിലിമിനറി വരുന്നത്. അവിടെ കുറേ ഡെഫിനിഷൻസ് പറയാനുണ്ട്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? ഡ്രൈവർ ലൈസൻസ് സംബന്ധമാകുന്ന വണ്ടിയുടെ കാര്യം പറഞ്ഞു. വണ്ടി എന്താന്ന് പറഞ്ഞു, ഇനി ഡ്രൈവർ ലൈസൻസ് എടുത്തിട്ട് വരാൻ പറയും. ഡ്രൈവർ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി വേണം എന്ന് പറയും. അവിടെ രജിസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. ഇനി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. വണ്ടി എന്താന്ന് പറഞ്ഞു, ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞു, രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി എന്ത് വേണം? ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് ഇനിയാണ് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യേണ്ടത്? നിൻ്റെ വണ്ടി കൺട്രോൾ ചെയ്യണം, മര്യാദയ്ക്ക് ഓട്ടിച്ചോണം എന്ന് പറയും. അതായത് വണ്ടി എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ലൈസൻസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതാണ് ചാപ്റ്റർ 2. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്? നീ വണ്ടി പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ പറയുക. വണ്ടി രജിസ്റ്റർ ചെയ്തു, ലൈസൻസും കാണിച്ചു, വണ്ടിയും കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ പറയാം മര്യാദയ്ക്ക് വണ്ടി ഓട്ടിച്ചോണം എന്ന് പറയാം. അതായത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺട്രോൾ ഓഫ് ട്രാഫിക് വെഹിക്കിൾസ് എന്നാണ്, അല്ലെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, കൺട്രോൾ ഓഫ് വെഹിക്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ഇനി 5ാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ കൈ കാണിച്ച് നിർത്തുന്നത് പോലീസാണ്. അയാൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് അവിടെ വരുന്നത്. ആരുടെ കയ്യിലിരിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിനകത്ത് വരുന്നത് കേട്ടോ. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിനെ സംബന്ധിക്കുന്ന കാര്യമാണ് അവിടെ വരുന്നത്. അതാണ് 5. ഇനി 6-നകത്ത് വരുമ്പോൾ കൈ കാണിച്ചിട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ട്രാഫിക് റെഗുലേഷനാണ്. കൈ കാണിച്ചിട്ട് പൊക്കോളാൻ പറയും. അത് ട്രാഫിക് റെഗുലേഷൻ. എന്താണ് ട്രാഫിക് റെഗുലേഷൻ? ഓർമ്മയുണ്ടല്ലോ, അത് ആ നിയമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. പിന്നെ പറഞ്ഞത് 7 ചോദിക്കാൻ സാധ്യത കുറവാ. 7 എന്നാലും പഠിച്ചു വെക്കുക. എന്താ? അവിടെ കൺസ്ട്രക്ഷൻ, എക്യുപ്മെൻറ്റ്, മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി 8 എന്ന് പറയുമ്പോൾ കൈ കാണിച്ച് നിർത്തിയിട്ട് 3 ലൈറ്റ് കാണിച്ചു തന്നു. കൈ കാണിച്ച് നിർത്തിയിട്ട് 3 ലൈറ്റ്. അപ്പോൾ കൈ കാണിച്ച് നിർത്തിയാൽ 5. ഇനി 3 ലൈറ്റ് കാണിച്ചാൽ 5 3 8. 8-നകത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വണ്ടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ ലൈറ്റ് വെച്ചേക്കുന്നത്. സോ കൺട്രോൾ ഓഫ് ട്രാഫിക് എന്ന് ആലോചിച്ചാൽ മതി. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് നിന്നെ വെട്ടി എന്ന് പറഞ്ഞു. നിന്നെ വെട്ടിയ കേസ് ഉറപ്പാണ്. അപ്പോൾ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് എന്ന് പറഞ്ഞു. ഇനി വെട്ടി, അപ്പോൾ നിന്നെയാണോ എന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ. വെട്ടി എന്നേ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്, എങ്കിലേ ചികിത്സ കിട്ടും. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 9 11 വെട്ടി, ആരാ വെട്ടിയെ? നീ വെട്ടി എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം നീ അനുഭവിക്കേണ്ടത്. അതാണ് ലയബിലിറ്റി ഓഫ് ഇവൻറ്റ്സ് ഇൻ ദി ആക്സിഡൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താ? ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിൻ്റെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 12, 10ഉം 2ഉം 12. അപ്പോൾ സാധനം എന്ത് ചെയ്യാൻ നോക്കും? പ്രശ്നം പരിഹരിക്കാൻ നോക്കും. കാര്യം നിന്നെ മാത്രമല്ല ഒരുത്തനെ കൂടെ ബാധിക്കുന്ന കേസ്, അതുകൊണ്ട് പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാൻ നോക്കും. അതായത് കോമ്പൗണ്ടിങ് ഒഫൻസസ് എന്നതിനെ പറയുന്നത്. അതായത് സിമ്പിൾ പെനാലിറ്റീസ് ഒക്കെ അടച്ച് എങ്ങനെയും ഒഴിഞ്ഞു മാറുന്ന പരിപാടിയാണ് ഇവിടെ വരുന്നത്. ഇനി നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ചാപ്റ്ററിലാണ് നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ വരുന്നത്. ഇതിനകത്തൊന്നും പറയാതെ പോയ സാധനങ്ങൾ എവിടെ പറയും? മിസ്സലേനിയസ് പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പറയും. ഇത്രയും നല്ലതുപോലെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടാകില്ല, ഇനി നിങ്ങളോട്ട് പഠിക്കത്തുമില്ല. ഈ ചാപ്റ്റർ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ സാവധാനത്തിലേ പഠിച്ചു. കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടേ പറഞ്ഞു പോകത്തുള്ളൂ.